പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ക്യാമ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോർച്ചാണിത്. ഇതിൽ ഒരു ഫോക്കസിങ് ലാമ്പ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ലാമ്പും വരുന്നുണ്ട്. അപ്പോൾ ഇത് USB ചാർജിങ് ഉള്ളതാണ്. മൈക്രോ USB ആണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കേബിളും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പല രൂപഭാവങ്ങളിൽ എല്ലാം ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും. പല രൂപത്തിലുള്ള ലൈറ്റുകൾ നമ്മൾക്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ളതിൻ്റെ മാക്സിമം വില എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് ഒരു 250 രൂപ മാത്രം കൊടുത്താൽ മതി. നമ്മൾക്ക് ഡയറക്റ്റ് AC കണക്ടിവിറ്റിയൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ നമ്മൾക്ക് ക്യാമ്പിങ് യാത്രയിലൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റിയതും ഉപയോഗിക്കാൻ പറ്റിയതും എപ്പോഴും USB നമ്മൾക്ക് ചാർജബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ 2 ഇയർ വാറണ്ടി, 3.7 വോൾട്ട്. ഇതിൻ്റെ അകത്തെ ബാറ്ററി ഈ രീതിയിലുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. ഈ ബാറ്ററിക്ക് 120 രൂപയാണ് ഓരോന്നായിട്ട് വാങ്ങിക്കുമ്പോൾ ഉള്ളത്. ബാറ്ററി മാത്രമേ ഇതിനകത്ത് ഡാമേജ് ആകത്തുള്ളൂ. ഇത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം ഏതും ആകട്ടെ, ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി, ഏത് ലൈറ്റ് ആണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ലൈറ്റല്ല ഏതൊരു ഡിവൈസ് ആണെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും അത് ഒരാഴ്ചയിൽ കൂടുതൽ ചാർജ് ചെയ്യാതെ വയ്ക്കരുത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഡാമേജ് ആയിപ്പോൾ പിന്നീട് ചാർജിങ് ആകാതെ വരും. അപ്പോൾ ഒരുപാട് ഉപയോഗത്തിന് ശേഷവും നമ്മൾക്ക് ചാർജ് നിൽക്കുന്നില്ല എങ്കിൽ ബാറ്ററി മാത്രം മാറ്റിയാൽ മതി. ഈ രീതിയിലുള്ള ബാറ്ററിയാണ് 18650 എന്നാണ് ഈ ബാറ്ററിയുടെ നമ്പർ. 18650. ഇത് പല റേറ്റിങ്ങിൽ കിട്ടും. 120 രൂപയ്ക്ക് കടകളിൽ കിട്ടും. അത് വാങ്ങിച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ലൈറ്റുണ്ട് ഇതിന്. നല്ല ഫോക്കസിങ്, നല്ല ലൈറ്റുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞെക്കിയപ്പോൾ ഫ്രണ്ടിലെ ഫോക്കസിങ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞെക്കിയപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ ടേബിളിൻ്റെ മുറത്തൊക്കെ വെച്ചിട്ട് ക്യാമ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഉപയോഗത്തിനാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ വീട്ടിൽ പവർ കട്ടൊക്കെ വരുമ്പോഴും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരിക്കൽ കൂടി ഞെക്കുകയാണെങ്കിൽ ഓഫായി. പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി മൈക്രോ USB ഇത് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് മൈക്രോ USBയുടെ മൊബൈൽ ചാർജർ ഉണ്ടെങ്കിൽ അതിൻ്റെ കേബിളും ഡയറക്റ്റ് കുത്തി കൊടുക്കാവുന്നതാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നോർമൽ ചാർജിങ് മാത്രം ഇതിനകത്ത് ഉപയോഗിക്കുക. ഇവിടെ ചാർജിങ് ഇൻഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ USB റെഡ് കളർ കാണുന്നുണ്ട്. ഇത് ഫില്ലായി കഴിയുമ്പോൾ ഗ്രീൻ കളറിലോട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്.